ഉപയോഗിച്ച വാഹനങ്ങൾ അംഗീകൃത ഡീലർമാർ വഴിയെ മാത്രം. അനധികൃത ഇടപാടുകൾ തട്ടിപ്പിലേക്കെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. സംസ്ഥാനത്ത് ഉപയോഗിച്ച വാഹനങ്ങളുടെ വാങ്ങലും വിൽപ്പനയും അംഗീകൃത യൂസ്ഡ് കാർ ഡീലർമാർ വഴിയെ മാത്രമായിരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കുലം നിർദ്ദേശിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർ സജീവമാണെന്നും ഇവരിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് തട്ടിപ്പുകളിലേക്ക് നയിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വാഹനം വിറ്റ ശേഷം ഉടമസ്ഥാവകാശം നിയമപരമായി കൈമാറപ്പെടാത്തത് അപകടകരമാണെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. രേഖകളിൽ പഴയ ഉടമസ്ഥന്റെ പേരാണ് തുടരുകയെങ്കിൽ ആ വാഹനവുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ചെല്ലാനുകൾ, അപകടങ്ങൾ എന്നിവയ്ക്കുള്ള ഉത്തരവാദിത്വം മുൻ ഉടമയ്ക്കായിരിക്കും. വ്യക്തികൾ നേരിട്ട് ഇടപാട് നടത്തുമ്പോൾ RC ബുക്ക്, ഇൻഷുറൻസ്, ടാക്സ് തുടങ്ങിയ രേഖകൾ കൃത്യമാണെന്നും ഉടമസ്ഥാവകാശം ഉടൻ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കണം. അംഗീകൃത ഡീലർമാർക്ക് മാത്രമേ പഴയ ഉടമയിൽ നിന്ന് പുതിയ ഉടമയിലേക്കുള്ള നിയമപരമായ കൈമാറ്റം നടത്താൻ കഴിയൂ. വാഹനം സെക്കൻഡ് ഹാൻഡ് ഡീലർമാർക്ക് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അവർക്ക് ഫോറം 29B പ്രകാരമുള്ള അംഗീകൃത ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഉടമസ്ഥാവകാശം താൽക്കാലികമായി വാഹൻ പോർട്ടൽ വഴി ഫോറം 29C മുഖേന ഡീലർക്ക് കൈമാറണം. ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഡീലർമാരുടെ പട്ടിക mvd.kerala.gov.in വെബ്സൈറ്റിൽ പരിശോധിക്കാമെന്നും കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.